എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ്. നമുക്കിന്ന് വായിക്കാനുള്ളത് അധ്യായം 5 23-ാമത്തെ ശ്ലോകം മുതലാണ്. നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമഃ. ഓം സരസ്വതിയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അമൃതേശ്വരേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ന ബ്രാഹ്മണേ സ്ഥുലയേ ഭൂതമന്യൻ പശ്യാമി വിപ്രാം കിമതഃ പരം തോ യസ്മിൻ ഋവിപ്രഹുതം ശ്രദ്ധയാഃ അശ്നാമി കാമം ന തഥാഗ്നിഹോത്രേം ധൃതാം ധനൂരോം ശതീം മേ പുരാണീം യേനേക സത്വം പരമം പവിത്രം ശമോദമഃ സത്യമനുഗ്രഹശ്ച തപസ്ഥിതിക്ഷാനുഭവശ്ച യത്ര മത്തോപ്യനന്ദാത് പരതഃ പരസ്മാത് സ്വർഗാപവർഗാധിപതേർന കിഞ്ചിത് യേഷാം കിമുൽസ്വാദിതരേണ തേഷാം അകിഞ്ചനാനാം മയി ഭക്തിഭാജാം സർവാണി മധ്യേഷ്ണതയാം ഭവദ്ഭീം ചരാണി ഭൂതാനി സുധാന്ദ്രുവാണീം സംഭാവിതവ്യാനി പദേ പദേവോ വിവിക്തദൃഗ്ഭിസ്തദുഹാർഹണം മേ മനോവജോദികരണേ ഹിതസ്യാം സാക്ഷാത്കൃതം മേ പരിബർഹണം ഹീം വിനാ പുമാന്യേന മഹാവിമോഹാത് കൃതാന്തപാശാന്ന വിമോക്തുമീശേത്. ശ്രീശുഗോവാചാം ഏവ മനുസ്യാസ്യാത്മജാൻ സ്വയമനുശിഷ്ടാനഭി ലോകാനുശാസനാർത്ഥം മഹാനുഭാവ പരമസുഹൃർഭഗവാൻ ഋഷഭാവദേശ ഉപശമം ശീലനാം ഉപരതകർമ്മണാം മഹാമുനീനാം ഭക്തിജ്ഞാനവൈരാഗ്യലക്ഷണം പരമഹംസ്യധർമ്മം ഉപശിക്ഷ്യമാണ്. സ്വതനയ ശതജ്യേഷ്ഠ പരമഭാഗവതം ഭഗവൽ ജനപരായണം ഭാരതം ധരണീപാലനായ അഭിഷിജ്യ സ്വയം ഭവന ഏവോർവരിത ശരീരമാത്ര പരിഗ്രഹ ഉന്മത്ത ഇവ ഗഗനപരിധാന പ്രകീർണകേശ ആത്മന്യാരോപിതാഹമനീയോ ബ്രഹ്മാവർത്താത് പ്രവവ്രാജഃ ജഡാന്തമൂതഭഗിരപിശാചാൻ ഉന്മാദക അവധൂതവേഷോ അഭിഭാഷ്യമാണോഭിജനാനാം ഗൃഹീതമൗനവ്രതതൂഷ്ണീം ബഭൂവഃ. തത്ര തത്ര പുരഗ്രാമാകര ഗേഡവാടഗർവട ശിബിരവ്രജഘോഷ സാർത്തഗിരീവനാശ്രമമാദിഷു അനുപമാനി ചരാവസതേ പരിഭൂയമാനോനമക്ഷികാഭിരിവ വനജഹസ്തർജന താടനാമേഹനാഷ്ടീവന ഗ്രാവശകൃദ്രജ പ്രക്ഷേപഭൂതിവാദദുരുക്തൈസ്തദവിഗണയന്നേവാസൽസംസ്ഥാന ഏതസ്മിൻ ദേഹോപലക്ഷണീം സദപദേശ ഉഭയാനുഭവസ്വരൂപേണ സ്വമഹിമാമവസ്ഥാനേന സമാരോപിതാഹം മമ അഭിമാനത്വാവിഖണ്ഡിതമനാം പൃഥിവീമേകചരപരിഭ്രാമഃ അതിസുകുമാരകരചരണോരസ്ഥല വിപുലബാഹുവാംസകളവദനാധ്യാവയവവിന്യാസാം പ്രകൃതിസുന്ദരസ്വഭാവഹാസസുമുഖോ നവനളിനദേളായാമാനശിശിര താര അരുണായ തനയാനരുചിരസദൃശസുഭഗകപോലകർണകണ്ഡനാസോ വിഗൂഢസ്മിതവദനമഹോത്സവേന പുരവനിതാനാം മനസി കുസുമശരാസന മുപദദാന പരാഗാവലംബമാന കുടിലജടില വിശകകേശ ഭൂരിഭാരോ അവധൂത മലിന നിജശരീരേണ ഗ്രഹഗൃഹീത ഇവ ദൃശ്യതഃ യർഹി ഭാവസ ഭഗവാൻ ലോകമിമം യോഗസ്യാദ്യാം പ്രദീപമിവാചക്ഷാണസ്തത് പ്രതിക്രിയാകർമ്മബീഭത്സിതമിതി വ്രതം ആജകരമാസ്ഥിതശയാന ഏവാസ്നാദീം പിബതിം ഗാദദ്യാവമേഹതി ഹൃദതി സ്മ ചേഷ്ടമാന ഉച്ചരിത ആദിക്തോദേശഃ തസ്യ ഹയ പുരുഷീം സുരഭി സൗഗന്ധ്യവായുസ്തം ദേശം ദശയോജനം സമന്താത് സുരഭീം ചകാരാം
ഏവം ഗോമൃഗകാകചര്യാം വ്രജം തിഷ്ടന്നാസീന ശയാന കാകമൃഗഗോചരിത പിപതി ഗാദത്യാവമേഹതി സ്മാം ഇതി നാനായോഗചര്യാചരണോ ഭഗവാൻ കൈവല്യപതി ഋഷഭോം വിതര പരമമഹാനന്ദാനുഭവ ആത്മനി സർവേഷാം ഭൂതാനാമാത്മബോധേം ഭഗവതീം വാസുദേവ ആത്മനോ വ്യവധാനാന്തരരോദര ഭാവേന സിദ്ധ സമസ്താർത്ഥ പരിപൂർണോ യോഗേശ്വര്യാണി വൈഹായസ മനോജവാന്തർധാനപരകായ പ്രവേശ ദൂരഗ്രഹണാദീനീം എതിർച്ചയോ ഭഗദാനീം നഞ്ചസാം നൃപഹൃദയേനാഭ്യനന്ദത് ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പരമംസ്യാം സംഹിതായാം പഞ്ചമസ്കന്ധേ ഋഷഭദേവാനുചരിതേം പഞ്ചമോധ്യായഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ. ഇനി നമുക്ക് വായിച്ചതിൻ്റെ അർത്ഥങ്ങൾ നോക്കാം. നമ്മളെവിടെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഋഷഭദേവൻ്റെ ഉപദേശം. ഋഷഭദേവൻ ഭഗവാന്റെ തന്നെ ഒരു അവതാരമായിരുന്നു. അങ്ങനെ അദ്ദേഹം മക്കൾക്കൊക്കെ ഉപദേശം കൊടുക്കുന്നതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ മക്കൾക്ക് ഉപദേശം കൊടുക്കുമ്പോൾ എന്തൊക്കെ ഉപദേശങ്ങൾ കൊടുത്ത് എങ്ങനെ ജീവിക്കണം, ധർമ്മ അർത്ഥ കാമ മോക്ഷത്തിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ എങ്ങനെ നമ്മൾ ജീവിക്കണം എന്ന് നമ്മൾ ഭാഗവതം ആയാലും ശരി ഭഗവത്ഗീത ആയാലും ശരി അതൊക്കെ എന്തിനാണ് നമുക്ക് ഉപദേശങ്ങൾ എന്ന് പറയുമ്പോൾ ആർക്കും അത്ര ഇഷ്ടപ്പെടില്ല. പക്ഷേ എന്താണ്, ഇതൊക്കെ നമ്മളുടെ ജീവിതം നന്നാവാൻ വേണ്ടി തന്നെയാണ്. നമ്മൾക്ക് കുറച്ച് അറിവ് കിട്ടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾക്ക് ജീവിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ചില വിഡ്ഢിത്തരങ്ങളൊന്നും ചെയ്യാതെ നമ്മൾക്ക് ചിലപ്പോൾ ബുദ്ധിയില്ലായ്മ കൊണ്ട് നമുക്ക് വല്ല വിഡ്ഢിത്തരങ്ങളൊക്കെ പറ്റും അല്ലേ. അപ്പം അങ്ങനെയൊന്നും പറ്റാതെ നമ്മൾക്കൊരു അറിവ് കിട്ടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വരും. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ നമ്മൾ കാണുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസം ഉള്ളവർക്കാണെങ്കിൽ അവർക്കൊരു വിദ്യാഭ്യാസം ഇല്ലാത്തവരെക്കാളും കുറച്ച് ഉന്നതമായ ഒരു നല്ല ജീവിത സാഹചര്യങ്ങൾ കിട്ടും. അതായത് ഇപ്പോൾ പണം മാത്രമല്ലല്ലോ, പണം നമുക്ക് കിട്ടിയാൽ അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് കൂടി അറിയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഉപയോഗങ്ങൾ അതുകൊണ്ട് കാര്യമില്ലാണ്ടാവും. അപ്പം അതുപോലെയാണ് നമ്മൾ അറിവ്. അപ്പോൾ ഋഷഭദേവൻ മക്കൾക്കൊക്കെയാണ് ഇങ്ങനെ അറിവ് പറഞ്ഞു കൊടുക്കുന്നത്, മക്കളെ ഉപദേശിക്കുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, അപ്പോൾ മക്കൾക്ക് എന്താണ്, എങ്ങനെയൊക്കെ ജീവിക്കണം, എങ്ങനെയൊക്കെ രാജ്യം ഭരിക്കണം, അത് കഴിഞ്ഞ് ഒടുവൻ എങ്ങനെയാണ് നമ്മൾ മോക്ഷം നേടേണ്ടത്. അപ്പോൾ ഒടുവ് നമ്മൾ ധർമാർത്ഥ കാമ മോക്ഷത്തിൽ ഒടുവ് നമുക്ക് മോക്ഷം തന്നെയാണ്. അപ്പോൾ ആ മോക്ഷം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ സഹോദര സ്നേഹം, അതുപോലെ തന്നെ ജനങ്ങളോടുള്ള പെരുമാറേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഇതൊക്കെ നമ്മൾ മക്കൾക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കില്ലേ, അതുപോലെ ഋഷഭദേവൻ മക്കൾക്ക് എല്ലാ കാര്യവും സഹോദരന്മാരോട് നിങ്ങൾ സ്നേഹത്തോടെ കഴിയണം, അങ്ങനെ എല്ലാ ഉപദേശങ്ങളും കൊടുത്തിട്ട് അതായിരുന്നു നമ്മൾ ഇതുവരെ നോക്കിയത്. അപ്പം അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്ത് പിന്നെ പറഞ്ഞു എല്ലാം ഭരതനെ രാജാവാക്കി. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാം, മൂത്ത മകനെ രാജാവാക്കിയതിന് ശേഷം ഈ ഋഷഭദേവൻ മോക്ഷത്തിനായിട്ട് പോവുകയാണ്. അപ്പം അതിന് എങ്ങനെ പോയി എന്നുള്ളതാണ് ഭഗവാൻ നമ്മളിപ്പോൾ പറയില്ലേ, നമ്മളിപ്പോൾ വയസ്സാകുന്ന സമയത്ത് എല്ലാ ഭാരങ്ങളും മക്കളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി എല്ലാം കഴിയുന്ന സമയത്ത് നമ്മളെങ്ങനെ ജീവിക്കണം എന്നാണ് ഈ ഭാഗവതത്തിലുടനീളം പറഞ്ഞു വരുന്നത്. ഇവിടെ ഋഷഭദേവൻ ഒരു ഭഗവാന്റെ അവതാരം ആയതുകൊണ്ട് അദ്ദേഹം നമ്മൾക്ക് പഠിപ്പിച്ച് തന്നതാണ്. അപ്പോൾ മക്കൾക്കുമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് അവസാനം ജീവിക്കേണ്ടതെന്ന്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, എല്ലാം ത്യജിച്ചുകൊണ്ട് വനത്തിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ഈ വനവാസം കൊണ്ട് അത് അന്നത്തെ കാലത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് വനവാസം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നതെന്ന് നമ്മൾക്ക് പലർക്കും അതിന് മനസ്സിലാക്കാൻ തന്നെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് എല്ലാവരും ഈ വനത്തിന് പോകണം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ നമ്മുടെ അവസാന കാലം വനവാസ സമമാക്കണം എന്നാണ്. അപ്പം അതിനുവേണ്ടി അദ്ദേഹം കാണിച്ചു കൊടുത്തത് ഒരു അവധൂതനെ പോലെ അദ്ദേഹം ഇറങ്ങിപ്പോയി എന്നതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഋഷഭദേവൻ്റെ കഥ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ എന്തിനാ ഇങ്ങനെ ചെയ്തത് അദ്ദേഹം എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. കാരണം എന്താണ്, അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ഭിക്ഷക്കാരനെ പോലെ, ഒരു അവധൂതനെ പോലെ എന്നാണ് പറഞ്ഞത്. അതായത് ഇങ്ങനെ ഗ്രാമങ്ങൾ തോറും ഒരു തീർത്ഥാടനം പോലെ പോയതാണ്. ഒരു ഗ്രാമങ്ങൾ ഗേഡവാഡ ഗർവട എന്ന് പറഞ്ഞാൽ ഓരോ നഗരങ്ങളിലൂടെ ഇങ്ങനെ പോയി, പിന്നെ ഗ്രാമങ്ങളിലൂടെ പോയി, പിന്നെ വനത്തിലൂടെ പോയി, പിന്നെ പല പല സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഒരു അവധൂതനെ പോലെ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്.
എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? ആരോടും ഒന്നും സംസാരിക്കില്ലായിരുന്നു. അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരെ കാണുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് എന്താ പറയുക, ഇത് ബുദ്ധിക്ക് സമനില തെറ്റിയെന്നാണ്. പക്ഷേ ഇവിടെ ഋഷഭദേവൻ്റെ അദ്ദേഹം നമ്മൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. എല്ലാവർക്കും വൈരാഗ്യം വരാൻ. അപ്പോൾ നമ്മളെന്താണോ ചെയ്യുന്നത് അതാണല്ലോ മറ്റുള്ളവരും അനുകരിക്കുക. അപ്പോൾ ശ്രേഷ്ഠനായ രാജാവായിരുന്നു ഋഷഭദേവൻ അല്ലേ, ഒരു സാധാരണക്കാരനല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം ശ്രേഷ്ഠനായിരുന്നു, യാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സന്യാസിയായിട്ട് അദ്ദേഹം അങ്ങനെ സന്യാസിയായി പോയി, പുറത്ത് ഒടുവ് എല്ലാ റെസ്പോൺസിബിലിറ്റിയും കഴിഞ്ഞപ്പോൾ സന്യാസിയായി പോയി, അങ്ങനെയാണ് നമ്മൾ ധരിക്കുക. അപ്പോൾ അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ നിശബ്ദനായി ഒരു തീർത്ഥയാത്ര പോലെ ഇങ്ങനെ പല രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചു. ആ ആരോടും അങ്ങനെ സംസാരിക്കാതെ, പിന്നെ യാതൊരു കാര്യങ്ങളും ചെയ്യാതെ അങ്ങനെ വനത്തിലൂടെ അലഞ്ഞ് അവിടെ തപസ് ചെയ്ത്, പിന്നെ അദ്ദേഹം സ്വയമേവ ഈ തീ അഗ്നിയിൽപ്പെട്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദേഹത്തെ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾക്ക് വൈരാഗ്യം വരാൻ, ഇപ്പോൾ ഒരു രാജാവായാലും ഒരിക്കലും ഒരു ഭർതൃഹരി എന്നൊക്കെ പറഞ്ഞിട്ടൊരു, അദ്ദേഹം രാജാവായിരുന്നു, ഭർതൃഹരി കേട്ട് കാണും നിങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഥ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു സന്യാസിമാരായിട്ട് ഒക്കെ തന്നെ നിറയെ സന്യാസിമാരൊക്കെ അദ്ദേഹത്തിൻ്റെ രാജധാനിയിലൊക്കെ വരുമായിരുന്നു. ദൈവവിശ്വാസമുള്ള ആളാണ്. അങ്ങനെയെല്ലാം ചെയ്ത് ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് രാജ്യഭാരമൊക്കെ മക്കളെ ഏൽപ്പിച്ചു, അങ്ങനെയൊക്കെ ആയി. പക്ഷേ ഇദ്ദേഹത്തിന് കുറേ സംശയങ്ങളൊന്നും തീരുന്നില്ല. അപ്പോൾ ഈ സന്യാസി തന്നെ ഇദ്ദേഹത്തിന് അത് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള രീതിയിൽ, സന്യാസിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അപ്പോൾ ഈ രാജാവിന് ഇത് മനസ്സിലാക്കി കൊടുത്ത് അദ്ദേഹത്തെ ഇനി മോക്ഷത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എന്ത് ചെയ്തിട്ടും നമ്മുടെ ആഗ്രഹങ്ങളെന്ന് പറയുന്നത് എപ്പോഴും അവസാനിക്കാത്തതാണ്. അപ്പോൾ അദ്ദേഹം ഈ സന്യാസി ഒരിക്കൽ രാജാവിന് ഒരു നല്ല മാമ്പഴം കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇതൊരു വിശിഷ്ടമായ മാമ്പഴമാണ്, ഇത് കഴിക്കുന്നവർക്ക് നന്മയുണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. ഔഷധ ഗുണമുള്ളതാണെന്നൊക്കെ. അപ്പോൾ ഈ രാജാവ് എന്ത് ചെയ്തു? രാജാവിന് ഏറ്റവും സ്നേഹം ഭാര്യയോടായിരുന്നു. അപ്പോൾ ഭാര്യയ്ക്ക് കൊടുക്കുക, ഇത്രയും വിശിഷ്ടമായ ഫലമല്ലേ, അപ്പോൾ അത് ഭാര്യയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഭാര്യയോട് പറഞ്ഞു, ഇത് കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവും, സൗന്ദര്യം ഉണ്ടാവും, എല്ലാം നല്ലതായിട്ടിരിക്കും, അതുകൊണ്ട് നീ ഇത് വിശിഷ്ടമായൊരു പഴമാണ്, എനിക്ക് സന്യാസി തന്നാണ്, നീ ഇത് കഴിച്ചോ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ ഭാര്യയുടെ സ്വഭാവം നല്ല സ്വഭാവമുള്ളൊരു ഭാര്യ ആയിരുന്നില്ല. അത് രാജാവിന് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങളും നമ്മൾക്ക് അറിവില്ലായ്മയിൽ നിന്ന് നമുക്ക് അറിവിലേക്ക് ഉയരുക എന്ന് പറയില്ലേ, നമ്മൾ തന്നെ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ചുറ്റുമുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഭാര്യ എന്ത് ചെയ്തു? ഭാര്യയ്ക്കൊരു കാമുകനുണ്ടായിരുന്നു, സൈന്യാധിപനായ ഒരാൾ. അപ്പോൾ ആ കാമുകന് കൊടുത്തു. തന്നെക്കാളും തൻ്റെ കാമുകന് രക്ഷ കിട്ടട്ടെ എന്ന് പറഞ്ഞ് ആ പഴത്തിന് കാമുകന് കൊടുത്തു. ഈ കാമുകനാണെങ്കിൽ രാജ്ഞിയോട് അത്രയ്ക്കൊരു സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ദുർനടപടിക്കാരനായിരുന്നു. അദ്ദേഹം അത് ആർക്ക് കൊണ്ടുപോയി കൊടുത്തു? ഒരു വേശ്യാസ്ത്രീക്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഇയാളുടെ സ്വഭാവവും അങ്ങനെയുള്ളതായിരുന്നു. അപ്പോൾ അത് വേശ്യാസ്ത്രീക്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ വേശ്യാസ്ത്രീ എന്ത് വിചാരിച്ചു? അപ്പോൾ ഇത്രയും നല്ല പരിഭാവനമായ ഫലമൊക്കെ അല്ലേ, ഇപ്പം ഞാൻ കഴിച്ചിട്ട് എന്താ അപ്പോൾ ആ സ്ത്രീക്ക് അറിയായിരുന്നു താൻ ചെയ്യുന്ന ജോലിയും നല്ലതല്ല, താൻ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നും എല്ലാം ഒരു ബോധം ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തിൻ്റെ പ്രേരണ കൊണ്ട് അങ്ങനെ ആയിപ്പോയ ഒരു സ്ത്രീ ആയിരുന്നു അവർ. അപ്പോൾ അവരെന്ത് വിചാരിച്ചു? ഞാനൊക്കെ കുറേ കാലം ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം, അപ്പോൾ എനിക്ക് ഈ ഫലം കൊണ്ട് ഒരു പ്രയോജനമില്ല, രാജാവാണ് കുറേ കാലം ജീവിച്ചിരിക്കേണ്ടത്, അപ്പം അതുകൊണ്ട് ഇതിനെ രാജാവിന് കൊടുക്കാമെന്ന് ആ സ്ത്രീ വിചാരിച്ചു. അങ്ങനെ ആ സ്ത്രീ അതിനെ രാജാവിന് കഴിച്ചു വെച്ചു. അപ്പോഴാണ് രാജാവ് മനസ്സിലാക്കുന്നത് തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത പഴം എങ്ങനെയാണ് ചുറ്റിത്തിരിഞ്ഞത് ഒരു വേശ്യയുടെ കയ്യിലെത്തിയത്, അതുപോലെ തന്നെ അത് വീണ്ടും എൻ്റെ കയ്യിലെത്തിയത്. അപ്പോൾ അതാരു മുഖാന്തരമാണ്? ഒരു വേശ്യാസ്ത്രീ മുഖാന്തരം തൻ്റെ കയ്യിലെത്തിയത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോഴാണ് ഭാര്യയെയും മറ്റുള്ളവരെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇദ്ദേഹം തകർന്നു പോവുകയാണ്. താൻ വിശ്വസ്തരെന്ന് വിചാരിച്ചിരുന്ന പലരും ഇങ്ങനെയാണല്ലോ എന്നോട് പെരുമാറിയത്. അങ്ങനെ അദ്ദേഹം സന്യാസിയോട് പോയി ചോദിക്കുകയാണ്,
ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഇനി ധർമ്മമർത്ഥം കാമമോക്ഷം. അപ്പോൾ ഈ ലോകം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്, ഒരു മായയാണ്. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ നന്നെന്ന് വിചാരിക്കുന്നവരൊന്നും അതുപോലെ നമ്മളെ സ്നേഹിക്കുന്നുണ്ടാവില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ തകർന്നു പോകും. അപ്പോൾ ആ തകർന്നു പോകാതിരിക്കാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴാണ് പറഞ്ഞത്, ഇങ്ങനെ സന്യാസിയുടെ കൂടെ സന്യാസാശ്രമത്തിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഭാഗവതം, ഭഗവത്ഗീത അങ്ങനെയുള്ളതൊക്കെ പഠിച്ച് അദ്ദേഹത്തിന് എന്ത് കിട്ടി? അറിവ് കിട്ടി. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി മോക്ഷമാണ്, അതായത് രാജ്യഭാരമോ അതുപോലെ അങ്ങനെയുള്ളതൊക്കെ എന്നേക്കും നമ്മുടെ കൂടെ ഉള്ളതല്ല. അതുപോലെ ഭാര്യയായാലും മക്കളായാലും മറ്റുള്ളവരായാലും ഇപ്പോൾ ജോലി സ്ഥലത്തുള്ളവരായാലും ഒന്നും നമുക്ക് ശാശ്വതമല്ല. ജോലി ആയാലും നമ്മൾക്ക് ഒരു കുറേ കാലം വരെ ചെയ്യാൻ പറ്റുമോ, അത് കഴിഞ്ഞാൽ അതിനെ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മുടെ ശാരീരികമായ അവസ്ഥ മോശമാവും. അപ്പോൾ നമുക്കതിനെ കളഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നും തന്നെ സ്ഥിരമല്ല. നമ്മൾ രാമായണത്തിലും പറയുന്നുണ്ട്, പുത്രമിത്രാദി കളത്രാദി സംഗമം എത്രയും അല്പകാലാസ്ഥിതമോർക്കനീന്ന്, അല്ലേ? അപ്പോൾ എന്താണത്? ഇതൊക്കെ തന്നെ ഒരു മായയാണെന്നും കുറച്ച് കാലമൊക്കെ ഇത്, പക്ഷേ നമ്മുടെ മനസ്സ് ആഗ്രഹങ്ങളിൽ തന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കും. അങ്ങനെ ആഗ്രഹങ്ങളിൽ തന്നെ പിടിച്ചു നിൽക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് വല്ല ഷോക്ക് വരുമ്പോൾ, പെട്ടെന്ന് നമ്മൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തത് വരുമ്പോൾ അപ്പോൾ എന്തായി മാറുകയാണ്? അവർക്ക് അത് സഹിക്കാൻ പറ്റാതെ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരികയോ അങ്ങനെയൊക്കെ ഓരോ അസുഖങ്ങൾ വരികയോ ഒക്കെ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ തന്നെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ, ഈ മനസ്സെന്ന് പറയുന്നത് അങ്ങനെ ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു വസ്തുവാണെന്നാണ് പറയുക നമ്മൾ. അപ്പോൾ ആ നിയന്ത്രണത്തിന് വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഋഷഭദേവൻ അതാണ് കാണിച്ചു കൊടുത്തത്. ഋഷഭദേവന് എല്ലാവിധ കഴിവുകളുണ്ട്, യോഗസിദ്ധികളുണ്ട്. അദ്ദേഹം വിചാരിച്ചാൽ എന്തും സാധിക്കും. പക്ഷേ അദ്ദേഹം അവസാന സമയത്ത് എങ്ങനെയാണ് കാണിച്ചു കൊടുത്തത്? എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വനത്തിൽ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് ആഹാരം പോലും ഉപേക്ഷിച്ച് എല്ലാം അതായത് ആദ്യം ഫലമൂലാദികൾ പോലും അദ്ദേഹം ഭക്ഷിച്ചില്ല. നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നൊക്കെ വിടണം. അപ്പോൾ പുത്രന്മാരോടോ പൗത്രാദികളോടോ കൂടെ ഇരിക്കാതെ അദ്ദേഹം എന്ത് ചെയ്തു? കൊട്ടാരം വിട്ടിറങ്ങിയിട്ട് കാട്ടിൽ പോയി അങ്ങനെ തപസ്സനുഷ്ഠിച്ചു എന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത്, നമ്മൾ കാട്ടിലേക്ക് പോകണം എന്നല്ല നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മളുടെ അവസാന കാലം ആവുമ്പോഴെങ്കിലും നമ്മൾ കുറച്ചൊക്കെ അറിവ് നേടാൻ നമ്മൾ ധ്യാനം, യോഗ അങ്ങനെയുള്ളതും അതുപോലെ ഭാഗവത പഠനം, അതുപോലെ ഇതിനൊക്കെ പറയുന്നത് എന്താ? ആധ്യാത്മികത എന്ന് പറയുന്നത്, അല്ലെ? സ്പിരിച്വൽ. ആ ഒരു പാതയിൽ നമ്മൾ നീങ്ങിക്കൊണ്ടേയിരിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ആധ്യാത്മികത എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സമയത്തും ആവശ്യമുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്ക് വാർദ്ധക്യത്തിലാണ് അത് കൂടുതൽ ഉപകാരപ്രദമാവുക. വാർദ്ധക്യത്തിലാണല്ലോ നമ്മൾക്ക് ആരുമില്ല എന്നൊരു തോന്നൽ വരും. അപ്പോൾ നമ്മുടെ ശരീരമൊക്കെ ക്ഷയിച്ചു പോയി നമുക്ക് ശക്തി ഇല്ലാണ്ടൊക്കെ ആവുമ്പോൾ അപ്പോഴാണ് നമുക്ക് ആരും നോക്കണില്ല, അങ്ങനെയൊക്കെയുള്ള പല പല പരാതികൾ വരും. അപ്പോൾ ആ സമയത്താണത്രേ ശരീരം ക്ഷയിച്ചാലും നമ്മുടെ മനസ്സിനാണത്രേ ശക്തി വരേണ്ടത്. അപ്പോൾ നമ്മൾ ആ സമയത്തേക്കാണ് കൂടുതലായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ കൂട്ടി കൊണ്ടുവരേണ്ടത്. അപ്പോൾ അദ്ദേഹം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, അപ്പോൾ ഋഷഭദേവൻ ആദ്യം മുതലെല്ലാം പറഞ്ഞു തന്നിട്ട് കഴിഞ്ഞ ഭാഗങ്ങളിലുമൊക്കെ അദ്ദേഹം ഉപദേശങ്ങളിലുമൊക്കെ അതാണ് പറഞ്ഞത്. നമ്മൾ മൃഗങ്ങളെ പോലെ ആയിപ്പോകരുത്. മനുഷ്യന് കുറച്ച് ബുദ്ധിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഭഗവാനെ അറിയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മരണശേഷം കിട്ടുന്ന ഒരു കാര്യമല്ല, നമ്മൾ പല ഭാഗത്തും പഠിച്ചതാണത്. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു മനസ്സിൻ്റെ അവസ്ഥ, നമ്മുടെ കൺട്രോളിൽ മനസ്സും പഞ്ചേന്ദ്രിയങ്ങളും എല്ലാം വരുന്ന ഒരവസ്ഥയാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നമുക്ക്, അതാണ് അദ്ദേഹം കാണിച്ചത്. ഇന്ദ്രിയങ്ങളെ ഇപ്പോൾ ഈ സന്യാസി ആശ്രമങ്ങളിലൊക്കെ പോയാൽ, ചില ആശ്രമങ്ങളിലൊക്കെ നമ്മളിപ്പോൾ ആധ്യാത്മിക പരിശീലനം അങ്ങനെയൊക്കെ ചെയ്യാൻ സന്യാസിയാവാനൊക്കെ പോകുന്നില്ലേ, ദീക്ഷ കിട്ടാൻ വേണ്ടിയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആദ്യം അവിടെ പരിശീലനം കൊടുക്കുന്ന സമയത്ത് ഓരോ അവയവങ്ങളെയും നിയന്ത്രിക്കാൻ പഠിപ്പിക്കും. നമ്മളൊരാളെ ഉപദേശിക്കുന്നത് നമുക്കത് ചെയ്ത് കാണിക്കാൻ, ഒരിക്കലും നമ്മളത് ചെയ്യാണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല.
അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും മനസ്സിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ. അതുപോലെ പഞ്ചേന്ദ്രിയ ആഗ്രഹങ്ങളാണ് നമ്മളെ പുനർജനിപ്പിക്കുന്നത്. പുനർജനനത്തിന് കാരണമാകുന്നത് എന്താണ്? ആഗ്രഹങ്ങളാണ്. അപ്പം അതിനെ എങ്ങനെ നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരണം? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ ഋഷഭദേവൻ അതാണ് പറഞ്ഞത്. രുചി, നമ്മൾക്കിപ്പോൾ രുചിയായിരിക്കും. ഇപ്പോൾ കണ്ണിനെ നിയന്ത്രിക്കാം, അതുപോലെ ചെവിയെ നിയന്ത്രിക്കാൻ വേണമെങ്കിൽ നമുക്ക് കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റും, അതുപോലെ ചെവി, അതുപോലെ എല്ലാം നിയന്ത്രിക്കാൻ പറ്റും. വാക്കുകൾ, അങ്ങനെ നാസിക എല്ലാം നിയന്ത്രിക്കാം. പക്ഷേ രുചിയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് നമ്മൾ എല്ലാവരും ശ്രമിച്ച് നോക്കിയാൽ അറിയാം. അപ്പോൾ ആദ്യം ഈ സന്യാസി ആശ്രമത്തിലൊക്കെ ആദ്യം നമ്മളിത് പഠിക്കാൻ പോകുന്നവർക്ക് ആദ്യം ഉപ്പൊന്നുമില്ലാതെ ഭക്ഷണം കൊടുക്കും അത്രേ. അപ്പോൾ അവർ അത് എത്ര ദിവസം അത് വെച്ച് പിടിച്ച് നിൽക്കേണ്ടതെന്ന്, ഇതൊക്കെ ഒരു ട്രെയിനിങ് പോലെയാണ്. അപ്പോൾ ഉപ്പില്ലാതെ എങ്ങനെ എത്ര കാലം ജീവിക്കാൻ പറ്റും എന്ന് നോക്കുക. അപ്പോൾ ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതാ പറയുന്നത്, നമ്മൾ അത്രയ്ക്കൊരു ലെവലിൽ നമ്മൾ വയസ്സാവും തോറും എത്തണം എന്ന് പറയണത്. എന്താ, ഇപ്പോൾ തന്നെ അത് മനസ്സിലാവും. നമ്മൾ ഉപ്പിനും പഞ്ചസാരയ്ക്കും ഒക്കെ അഡിക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്താണ്, ഇപ്പോൾ പ്രഷർ ഉണ്ടെന്ന് ഒരാൾക്ക് പ്രഷർ ഉണ്ടെങ്കിൽ അയാൾക്ക് ഉപ്പധികം കഴിക്കാൻ പാടില്ല. ആദ്യം വാർദ്ധക്യമാകുമ്പോൾ പ്രത്യേകമായിട്ട് ആഹാരത്തിലൊക്കെ കൺട്രോൾ വരും. എന്തെങ്കിലും അസുഖം വരും, അത് കഴിക്കാൻ പാടില്ല, അപ്പോൾ ഇത് കഴിക്കാൻ പാടില്ല, ഷുഗർ വരാം അത് കഴിക്കാൻ പാടില്ല, പ്രഷർ വന്നാൽ ഇത് കഴിക്കാൻ പാടില്ല. അങ്ങനെ എന്തായാലും ഒരു കൺട്രോളിൽ നമ്മൾ എത്തുന്നുണ്ട്. ആ കൺട്രോള് എങ്ങനെ വരണം? നമ്മൾ തന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യാൻ പറ്റണം. നമ്മൾക്കത് അപ്പോൾ ഒരു വിഷമമായിട്ട് തോന്നരുത്. അയ്യോ എനിക്കിങ്ങനെ ആയല്ലോ, എനിക്ക് ഉപ്പ് കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു വിഷമത്തിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ ആത്മീയ പഠനങ്ങളിലും നമ്മൾ തദ്വര അതിലൊക്കെ തന്നെ വന്നത്. നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ കൺട്രോളിൽ ചെയ്ത് കൊണ്ടുപോയി നമ്മൾ മരണത്തെയും, മോക്ഷം എന്ന് പറഞ്ഞാൽ അതാണല്ലോ, മരണത്തെയും മനസ്സിലാക്കി. എന്തായാലും നമുക്കൊരു മരണമുണ്ട്, ജനിച്ചാൽ എന്തായാലും നമ്മുടെ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ അത് വാർദ്ധക്യത്തിൽ അത് മരണഭയം കൂടിക്കൂടി വരും. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ ഋഷഭദേവന് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സച്ചിദാനന്ദാവസ്ഥയിലെത്തി. അതാണ് ഈ അവസ്ഥ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടിങ്ങനെ ഭ്രാന്തനെ പോലെ അലഞ്ഞു എന്ന് നമ്മൾ ചോദിക്കാം. പക്ഷേ ആ സച്ചിദാനന്ദാവസ്ഥയിലെത്തി അദ്ദേഹത്തിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയൊക്കെ മുഴുവനിപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ. നമ്മൾ അതിന് ശേഷമേ നമ്മൾ വാർദ്ധക്യത്തിൻ്റെ അവസാന കാലത്തിലെങ്കിലും നമ്മൾ എങ്ങനെയാണ് ഇതുപോലെ ആവണം എന്ന് പറയുന്നത്. ഒന്നിലും ആഗ്രഹങ്ങളൊന്നുമില്ലാതെ ഭഗവാനിൽ ചേരണം, ഇനിയൊരു ജന്മം പോലും എനിക്ക് വേണ്ട എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുക. അതിനെയാണ് നമ്മൾ മോക്ഷം അല്ലെങ്കിൽ സച്ചിദാനന്ദം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഋഷഭദേവൻ നമുക്ക് അതാണ് പറഞ്ഞു തന്നത്. അതാണ് നമ്മൾ ഈ 5-ാമത്തെ അധ്യായത്തിൽ മുഴുവനായിട്ടും ഋഷഭദേവൻ നമുക്ക് മാതൃകയായി പറഞ്ഞു തന്നത്. അത്രയേ ഉള്ളൂ ഈ അധ്യായം.